സദൃശ്യവാക്യങ്ങൾ 19:5. ഭോഷ്ക് നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകുകയുമില്ല. ഇവിടെ ശലോമോൻ ഭോഷ്ക് വ്യാജം സംസാരിക്കുന്നവരെ പറ്റി പറഞ്ഞിരിക്കുന്നു. തൻ്റെ ശ്വാസത്തിൽ തന്നെ ഭോഷ്ക് നിറച്ചിരിക്കുന്നവർ. നാം ഇങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വളരെ കണ്ടിട്ടുണ്ട്, അല്ലേ? എന്തു പറഞ്ഞാലും അവർ കള്ളം മാത്രമേ പറയൂ. അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനഃപൂർവ്വമായിട്ട് പറഞ്ഞു തുടങ്ങുന്നതാണ്. ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾക്ക് പറഞ്ഞു തുടങ്ങുന്നു. എന്നാൽ പിന്നീടത് ശ്വാസം പോലെ ആയിത്തീരുന്നു. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ യഥാർത്ഥമായും ദൈവകൃപ വേണം. കാരണം അത്രമാത്രം അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നൊരു വ്യക്തിക്ക് യഥാർത്ഥമായും ദൈവം ഇടപെട്ടല്ലാതെ അതിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റില്ല. നാം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ജാഗ്രതയോടെ നമ്മുടെ വാക്കുകളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നാം ഭോഷ്കിൻ്റെ പിതാവായ പിശാചിൻ്റെ യഥാർത്ഥ മക്കളായിത്തീരുന്നു. ഭോഷ്ക് പറയുന്നവരെ യഹോവ വെറുക്കുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ 6:16 മുതൽ 19 വരെ നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. 14:5 വിശ്വസ്ത സാക്ഷി ഭോഷ്ക് പറയുകയില്ല, കള്ളസാക്ഷിയോ ഭോഷ്ക് നിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 19:22 ഭോഷ്ക് പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമനെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ദാരിദ്ര്യത്തെ വലിയ കാര്യമായി കാണുമ്പോൾ വ്യാജം പറയുന്നവർ അതിലും ശോകമായ അനുഭവസ്ഥരാണെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ദൈവം സത്യമാണ്. സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന നാം വ്യാജത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവ് നമ്മുടെ നാവിനെ മെരുക്കിയെടുക്കും. അപ്പോസ്തലപ്രവൃത്തി 9:1 ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ടാണ് ദമസ്കോസിലോട്ട് പോയത്. എന്നാൽ തനിക്ക് കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ തൻ്റെ ജീവിതത്തിൽ ജീവൻ ശ്വസിക്കുവാൻ തുടങ്ങി. അനേകരുടെ ആത്മാവിൻ്റെ ജീവനായി അദ്ദേഹം പ്രവർത്തിക്കുവാൻ തുടങ്ങി. 2 തിമോത്തിയോസ് 3:16 എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്നെഴുതിയിരിക്കുന്നു. ആ തിരുവെഴുത്തുകൾ വായിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്ന നമ്മൾ ഭോഷ്കിൻ്റെ വ്യാജത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നൊഴിഞ്ഞ് സത്യത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, സത്യം സംസാരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.